കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 45-ാമത്തെ മെസ്സേജിൻ്റെ 3-ാമത്തെ പാർട്ടാണ് വായിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്നതും ആ ശുദ്ധീകരണം അനുവദിക്കുന്നതും. വിശ്രമിക്കരുത്, മാനസാന്തരപ്പെടാൻ ആഗ്രഹത്തോടിരിക്കുക. സംഭവിക്കാനിരിക്കുന്നവയെ, പ്രത്യേകിച്ച് പീഡനത്തെ നേരിടാനായി ആത്മീയമായി നിങ്ങളെ തന്നെ ഒരുക്കുക. ഈ പീഡനം അവിശ്വാസികളിൽ നിന്ന് മാത്രമല്ല, ഭയം കൊണ്ടോ വിശ്വാസക്കുറവ് കൊണ്ടോ എന്നെ സ്നേഹിക്കാത്തവരുടെ കൈകളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന എൻ്റെ മക്കളിൽ നിന്നുകൂടി ഉണ്ടാകും എന്നറിഞ്ഞുകൊള്ളുക. എൻ്റെ മക്കളെ, നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെക്കാൾ കഠിനഹൃദയരാണ്. ചിലരാകട്ടെ ഒരിക്കലും എനിക്ക് ചെവി തരികില്ല എന്ന ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നവരാണ്. അവർ അഹങ്കാരം കൊണ്ടെന്നെ നിഷേധിക്കുകയും നാശത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നത് തുടരുകയും ചെയ്യുന്നു. ഈ തലമുറയുടെ എളിമയില്ലായ്മയാണ് സാത്താൻ ആയുധമാക്കുന്നത്. എളിമപ്പെടാൻ നിങ്ങൾ മറന്നുപോകുന്നു. എല്ലാവരും കരുതുന്നത് തങ്ങൾ ജ്ഞാനികളാണെന്നാണ്. എന്നാൽ അനേകം മുന്നറിയിപ്പുകൾക്ക് ശേഷവും മർക്കടമുഷ്ടിയോടെ തുടരുന്നവർ തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ പൊടുന്നനെ നശിപ്പിക്കപ്പെടും എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ അമ്മയുടെ ആഹ്വാനം നിരസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അവർ മാനസാന്തരത്തിനുള്ള വിളി ശ്രദ്ധിക്കാതെ നാശത്തിന് സ്വയം വിട്ടുകൊടുക്കുകയാണ്. മാനസാന്തരത്തിനുള്ള വിളി എന്നാൽ ഒരു മാംസള ഹൃദയത്തിനു വേണ്ടിയുള്ള വിളി മാത്രമല്ല, പിന്നെയോ സമ്പൂർണ്ണ രൂപാന്തരീകരണത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരാനായി തങ്ങൾക്ക് മാറ്റം ആവശ്യമാണെന്ന സത്യം തിരിച്ചറിയുന്നവർ നിത്യവിരുന്നിനായി ആനയിക്കപ്പെടുകയും ആ വിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും എന്നത് മറക്കാതിരിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വർഷത്തെക്കുറിച്ച് 2024 പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, പ്രളയം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന എൻ്റെ മക്കൾക്ക് ഇപ്പോൾ തന്നെ ഇതൊരു ക്രൂരമായ വർഷമാണ്. നിങ്ങളുടെ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയ്ക്കെല്ലാം കാരണം എൻ്റെ മക്കൾ തങ്ങളുടെ പൂർവികരുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നതാണ്. കൂടാതെ എന്നെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൻ്റെ രാജകുമാരന് സ്വയം വഴങ്ങിക്കൊടുക്കുകയും ഒരിക്കലും കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തികളും അതിന് കാരണമാകുന്നു.